എടാ പ്രതിയെ കിട്ടാം, ഇവിടെ വെച്ചില്ലെങ്കിൽ എവിടെ വെച്ച് വേണോ കിട്ടാം. പക്ഷെ നിന്നെ ഒരിക്കലും ഇവിടെ വെച്ച് പിടിക്കാൻ പാടില്ല. നിന്നെ നാട്ടുകാരെ മുന്നേ ഇട്ട് പിടിക്കണം. അത് എന്തിനാണ്? എടാ കോപ്പെ, നിന്നെ ഇവിടെ ഇട്ട് പിടിച്ചാൽ ആരറിയാൻ? ചാനലിൽ കൂടെ ആൾക്കാരെ അറിയില്ലേ? എടാ നീ നാറിയത് നിന്റെ നാട്ടുകാരെ മുന്നിലല്ലേ? അപ്പം നമ്മൾ ഇവിടെ വെച്ച് പിടികൊടുത്ത ഒരു ഗുമ്മ് കാണൂല. നാട്ടുകാരുടെ മുന്നിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്ട് ഒക്കെ കിട്ടി ഒരു രക്ഷ. അത് വേണ്ടേ? മനസ്സിലായി. യു ആർ വെരി ബ്രില്യന്റ് വൈശാഖ. നമുക്ക് ബസ്സിൽ പോവാം. ബൈക്ക് ഇവിടെ കിട്ടും. ടിക്കറ്റ് ആരെടുക്കും? നീ എടുത്താ അന്ന് ഒട്ടും താമസിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ. സ്വന്തം വകുപ്പിലെ 4 ബസ് സംരക്ഷിക്കാൻ പറ്റാത്ത ഇദ്ദേഹമാണ് നാട് സംരക്ഷിക്കാൻ നടക്കുന്നത്. ഇദ്ദേഹം മന്ത്രിയാണെന്ന് പറയാൻ നമുക്ക് ലജ്ജ തോന്നുന്നു. പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകാൻ പറ. വൈശാഖ, നിന്റെ എക്സ്പീരിയൻസിൽ ഈ റിമാൻഡ് എത്ര ദിവസം വരും? 14 days. ഓ, അപ്പൊ 14 ദിവസത്തെ ഡ്രസ്സ് നമ്മൾ കരുതിയാൽ മതിയല്ലേ? കളർ ഡ്രസ് ഇടാൻ പറ്റുമോ? നീ എന്താ ട്രിപ്പ് പോണ അവിടെ? ജീവിതം തന്നെ ട്രിപ്പല്ലേ വൈശാഖ? എൻജോയ്. ബസ്സിന് കല്ലെടുത്ത സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണത്? കണ്ടാടാ, നിന്റെ ഒറ്റ ഏരിയയിൽ കേരളം നിന്ന് കത്തുന്ന കണ്ടാ? കത്തട്ടെ, എല്ലാം കത്തി നശിക്കട്ടെ. ചരിത്രത്തിൽ നമ്മൾ 2 പേരുടെ പേരുകളും രേഖപ്പെടുത്തണം. നിന്റെ പേരും അതെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇല്ല, നിന്റെ പേരുണ്ട്. വിനോദ വൈശാഖ, നിന്റെ പേരുണ്ട്. നിർബന്ധിക്കരുത്. ഇവനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് പുല്ല്. കേരളത്തിലെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവ് പണി പഠിപ്പിക്കണ്ട. പ്രതിയെ നമ്മളുടൻ കസ്റ്റഡിയിൽ എടുക്കും. മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാര് കേരള പോലീസിലുണ്ടല്ലോ. നിന്റെ നിപ്പും മട്ടൊക്കെ കണ്ടാ നീ ഏതാണ്ട് ഗൾഫിൽ പോകാൻ പോകുന്നതിലുണ്ടല്ലോ. ഇപ്പൊ ഏതാണ്ട് ഇതൊരു ഗൾഫ് തന്നെയാണ് കേട്ടോ. വേണോ? വേണ്ട, ചപ്പാത്തി വേണ്ട, ഞാൻ കഴിച്ചു. വൈശാഖ, നീ പറഞ്ഞത് റിമാൻഡ് 14 ദിവസം എന്നല്ലേ? 14 ദിവസത്തെ ഡ്രസ് എടുത്തിട്ടുണ്ട്. 15ാമത്തെ ദിവസമായി കഴിഞ്ഞാ അവര് തരേണ്ടി വരും. ഓക്കെ, അത് നീ ഏറ്റോളണം. പോലീസ് ജീപ്പിന് വട്ടം ചാട്. അച്ഛൻ ചോദിച്ചു വണ്ടി. ഈ പ്രതി ചേട്ടാ, ഈ പ്രദീപിന്റെ വീട് ഏതാ? സാറേ, ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു കള്ളലക്ഷണം മുന്നോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ. ഓ ശരി. ഒരുപാട് ആഗ്രഹിച്ചാ പോലീസുകാരുടെ രാജ കാണിക്കുന്നു. എന്നാലും അവരെന്താണോ പിടിക്കാതെ പോയത്? ഇതൊക്കെ വരാൻ അന്ത് പിടിക്കാതെ പോയത്? എടാ, നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രത്തല്ലേ? മാവേലിക്കര വരെ എത്താൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് അങ്ങാട്ട് പോയി കീഴടങ്ങിയാലോ? വെരി ഗുഡ് ഐഡിയ. ബസ് ആശിന്റെ വാങ്ങാം. ഉറപ്പായിട്ടും. ഓക്കെ. ഹലോ, റിപ്പോർട്ടർ ചാനലല്ലേ? 24 ന്യൂസ് അല്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ? ആ മുട്ട ഉണ്ട് കേട്ടോ അവിടെ. അതെ, ഒറ്റ ഷോസിൽ ന്യൂസ് വായിക്കുന്ന ഹാഷറുണ്ട് അവിടെ. KSRTC ബസ്സിൽ കല്ലെറിഞ്ഞ പ്രതി ഇന്ന് കീഴടങ്ങും. ഇനി ഏത് ചാനലുണ്ട്? സഫാരി ചാനൽ. ചേട്ടാ, ചേട്ടനല്ലേ മറ്റേ വീഡിയോയിലുള്ള? ചേട്ടാ, ചേട്ടനെ സമ്മതിക്കണം. ചേട്ടാ, ഒരു സെൽഫി എടുത്തോട്ടെ. ഇല്ല, ഒരു സെൽഫി ഒന്ന് ചിരിക്കട്ടെ. ഒരു സെൽഫി. ഇതെന്താ ഫുൾ ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ. ഹിന്ദിയിൽ പിടികൊടുക്കേണ്ടി വരും. എടാ, ഞാൻ വിളിച്ച ചാനലുകാർ എല്ലാവരും വന്നിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കയറി പറയാൻ നീ എല്ലാം ചെയ്തേന്ന്. താങ്ക് യു വൈശാഖ. ഞാൻ അകത്ത് പോയി പിടികൊടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ട് വരാം. നീ ഇവിടെ റെസ്റ്റ് ചെയ്യ്. ഓക്കെടാ. വിനോദേ, എന്താടാ? എടാ, കുറച്ചുകൂടെ മാസം കൗണ്ടർ അടിച്ച ശീലം മാസ് പിടിക്കാല്ലേ? വർക്കാണ്. മാസ് ഇതായിരിക്കും. ഈശ്വര, തോക്കിന് പിടിവെച്ചിടും. ഉയരോടെ വന്നാ മതിയായിരുന്നു. അകത്തുണ്ട്. ഹായ്ടാ. ഇരിക്കും. ഇറങ്ങി വാടോ.
யாரடா நான் ஒரு கதை சொல்லட்டுமா? ம் கதை சொல்லு. KSRTC ബസ്സിന് കല്ലെറിഞ്ഞ പ്രതി പിടിച്ചു. പിടിച്ചിട്ടില്ല. പിടിച്ചു മോനെ. പിടിച്ചിട്ടില്ല. കിടക്കുന്നു. കിടക്കണ. ഇവരാരാണ്? ഓ അയാളാർക്കാണ് മീഡിയക്കാരോട് വെയിറ്റ് ചെയ്യാം. അല്ല സാർ, യഥാർത്ഥ പ്രതി ഞാനാണ്. KSRTC അവൻ സാർ പറയൂ സാർ, എന്താണ് സാർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ സാർ? എന്താ സാർ എന്താണ് സാർ അവിടെ സംഭവിച്ചത്? KSRTC ബസ്സിന്റെ ചില്ല് കല്ലുകൊണ്ട് എറിഞ്ഞു പൊട്ടിച്ചവനാ. സാർ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാളെ അറസ്റ്റ് ഭുവൻ ചന്ദ് വിനോദ് അനിയ അടങ്ങ്. ഫ്രം ബംഗാളി. സംഭവം പൂർവ്വയിലേക്കാണ്. പൂർവ്വമായിരിക്കും. അതെ. സാർ വ്യക്തമാക്കാമോ? ഇവന്റെ അച്ഛൻ ബസ്സിൽ കയറിയിട്ട് ബാലൻസ് അങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്നൊരു പ്രശ്നമാണ്. പക്ഷെ കേസ് കേരളം വിട്ട് ബംഗ്ലാദേശിൽ നിൽക്കില്ല. ബംഗ്ലാദേശോ? ഒരു മിനിറ്റ് സാർ, ഇപ്പോഴാണ് സാർ കോടതിയിൽ ഹാജരാക്കുന്നത്. എടാ നീയാണെന്ന് പറയടാ. അവനാണ് പ്രതി. സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ ബംഗാളിന്ന് ഒരാളെന്നൊക്കെയാണ്. അപ്പൊ ഞാൻ ആരാണ്? നീ അവരെടുത്ത് പറ. പോയി ഈ KSRTC ബസ്സിന് കല്ലെറിഞ്ഞില്ലേ, ആ പ്രതി ഞാനാ. പോടാ സാർ സത്യമായിട്ട് ആ പ്രതി ഞാനാണ്. സാർ വിശ്വസിക്കണം. സാർ വേണമെങ്കിൽ അവിടുത്തെ CCTV ചെക്ക് ചെയ്തോളൂ, അതിൽ എന്നെ കാണാം. KSRTCയുടെ CCTV 2 വർഷമായിട്ട് കംപ്ലൈന്റ് ആയിട്ട് കിടക്കി. അത് ശരിയാക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവര് ശമ്പളം കൊടുത്തു തീർത്തേ. സാർ CCTV ഓഫീസ് എവിടെ അറിയോ? സാർ സാക്ഷി സാക്ഷി ചായ കുടിക്കാല്ലേ? നിന്നെക്കൊണ്ട് ഞാൻ തോറ്റല്ല വൈശാഖ. സിസ്റ്റം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ എന്റെ കൂടെ ഇറങ്ങിയിട്ട് എന്തൊരു ജ്യൂസ് കൂടിയാണിത്. എന്റെ ബാങ്ക് ബാലൻസ് മൊത്തം തീർന്ന്. ഇത് ലാസ്റ്റ് ജ്യൂസാണ്, നോക്കിക്കോ. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രതികരിക്കാത്ത ശവമേ. ആവശ്യമുള്ള എന്തിനെങ്കിലും പ്രതികരിക്കും ഞാൻ. 2 പപ്സ്. പഫ്സോ? ഫുഡ് സേഫ്റ്റി മാഡം ഇല്ലേ ഇത്? വാ വാ. മാഡം വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇവിടെ മാഡം ഇവിടെ വരുമെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ഫോളോ ചെയ്ത് വന്നു. ഇല്ലില്ല. മാഡം എന്താ ഇവിടെ? ഞാനൊരു കേക്കിന് ഓർഡർ കൊടുത്തിരുന്നത് വാങ്ങിക്കാൻ വന്നതാ. ഓ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ അല്ല, മോളുടെ. അപ്പൊ മോളോട് നമ്മൾ അന്വേഷണം പറഞ്ഞേ. പറയാം. എന്നാലും മാഡത്തിന് ഞങ്ങളെയും കൂടിയും വിളിക്കായിരുന്നു. വിനോദൻ വൈശാഖൻ. അത് അങ്ങനെ വലിയ പരിപാടിയൊന്നുമല്ല, നമ്മള് 3 ഉള്ളൂ. എന്നാലും നമ്മളെയും കൂടെ ഒന്ന് വിളിക്കായിരുന്നു. അല്ല അത് ഈ കേക്ക് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും ബ്രോ? ഒരു 10-20 പേർ കഴിക്കാം. എന്നിട്ടാണ് നമ്മളെ വാടാ വിനോദേ. അവൻ പോയി കേക്കായിട്ട്. ഓക്കെ നടക്കാലേ. കരയാതടാ അമ്മ വന്നടാ പൊന്നിന്റെ അമ്മ നല്ല വീടല്ലേ? ചേച്ചി, നമുക്ക് 2 ഗസ്റ്റ് ഉണ്ടേ. വൈശാഖൻ നിന്നെ കണ്ടിട്ടാണല്ലോ കുട്ടി കരയണത്. വാടാ. എന്താ മക്കളുടെ പേര്? എന്തായിരുന്നു പേര്? വൈശാഖൻ വിനോദ്. ബലൂൺ പോയി. നമുക്ക് ബർത്ത്ഡേ ആയിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. മക്കളെങ്ങോട്ട് ഇരിക്കും. കൊച്ചിന് എത്ര വയസ്സായി? 2ാമത്തെ പിറന്നാളാണ്. കൊച്ചിന്റെ അച്ഛൻ ഞാൻ പറഞ്ഞെന്ന് പറയില്ല കേട്ടാ. അവൻ ഭയങ്കര ഉപദ്രവമായിരുന്നു. കൊച്ചോ? അല്ല, കാവ്യര മാപ്പിള. അതുകൊണ്ടാണ് അവര് പിരിഞ്ഞത്. അയ്യോ, ഞാൻ പറഞ്ഞെന്ന് ആർക്കും പറയില്ലേ മക്കളെ. അല്ല, അപ്പൊ ഈ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും? അപ്പോ അതൊക്കെ ആളുകളുടെ ചോദ്യങ്ങൾ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആ കൊച്ചിട്ടോണ്ട് നടക്കണല്ലേ. മക്കളെ, ഇതൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറയേ ചെയ്യില്ല കേട്ടാ. വൈശാഖ, എന്താന്നറിയില്ല, ഇത് കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു കുളിരും വയറ്റിലൊരു വിറയലും. ചേച്ചി ഡോളോ അങ്ങനെ ഇരിപ്പുണ്ട്? പാരസെറ്റമോൾ ഉണ്ട്, തരട്ടാ? എടുക്കട്ടാ? വെള്ളം മാറി കുളിച്ചതിന്റെ കുറച്ച് ഞാൻ മാറും. ധൈര്യത്തിലിട മാറും. ഇതാരാ? ഞാനും എന്റെ അച്ഛനുമാ, KK രാജേന്ദ്രൻ. ഓ, വലിയ പൊതുപ്രവർത്തകനാ. നിങ്ങളെപ്പോലെ പണ്ട് ഇതുപോലെ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതാ. അച്ഛൻ ഏത് ട്രൂപ്പിലായിരുന്നു? ഇന്ത്യൻ റെയിൽവേക്കെതിരെ ട്രാക്കിലെ ടോയ്ലറ്റ് ടാങ്ക് തുറന്നു വിടരുതെന്ന് ആവശ്യപ്പെട്ട് കുറെ പരാതികളും നിവേദനങ്ങളും കൊടുത്തതാ. ആരും തിരിഞ്ഞു നോക്കിയില്ല. വിനോദ് പറയുന്നത് ശരിയാ, സിസ്റ്റം ശരിയല്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. പക്ഷെ ആ സമയം ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഈടാറ് ഞാൻ എടുത്തോട്ടാ. നീ എന്തിനാ ബുക്ക് എടുത്തത്? ഡ്രംസ് എവിടെ കണ്ടാലും ഞാൻ എടുക്കും. വൃത്തിയുടെ അതവിടെ തിരിച്ചു. ഡയറി തിരിച്ച് ചെയ്യാം. പൈസ എനിക്ക് വേണം.
നീ വിളി. ഡിവൈഎസ്പി സാർ. സാർ സാർ അമ്മച്ചി തന്നെ. അമ്മച്ചി ഡിവൈഎസ്പി സാർ ഉണ്ടോ? JCB ഏ? ദേ JCB. വിളിക്കുന്നു. അമ്മച്ചി ഞങ്ങൾ പണിക്കുവന്നല്ല. അയ്യോ ജയചന്ദ്ര ബാബു എന്നാ പേര്. ഞാൻ JCB എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. വെരി സ്വീറ്റ്. ശരി. സിനിമാ പ്രേമികൾ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്ന പല ചലച്ചിത്രങ്ങളും തിയേറ്ററുകളിൽ എത്തിക്കഴിയുമ്പോൾ അതേ എണ്ണയിൽ ആ സിനിമയുടെ സംവിധായകനെയും നടനെയും നിർമ്മാതാവിനെയും പൊരിച്ചെടുക്കുന്ന കാഴ്ചകളാണ് നാം ഇപ്പോ സ്ഥിരമായി ഇയാളൊരു കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ ഭ്രാന്തനാണ്. ഉദാഹരണത്തിന് നമുക്കൊരു കളി ഇപ്പോ കളിക്കാം. അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ചില സിനിമകളെ പറ്റി ഒന്ന് ചിന്തിച്ചു JCB നോക്കൂ. സാർ നമസ്കാരം. നമസ്കാരം. പ്രീത മാഡത്തിന്റെ ഫ്രണ്ട് കാവ്യ മാഡം പറഞ്ഞിട്ട് വന്നതാ. കാവ്യമാധവനോ? കാവ്യ മാധവനല്ല, കാവ്യ മാഡം. ഓ ഇയാൾക്ക് ചെവിയിട്ടു. എന്താ കാര്യം? നമ്മൾ മാവേലിക്കരന്നാണ് സാർ. അതെ. അതിന് വന്ന കാര്യം പറയൂ. സാറിന് ഈ പോലീസ് വകുപ്പുമായിട്ട് കൂടുതൽ ഗ്രാഹ്യം ഉണ്ടെന്ന് കേട്ടായിരുന്നു. അതാ വന്നേ. അതെ. ഒരു റിട്ടയർഡ് ഡിവൈഎസ്പിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അല്ലാതെ മറ്റെന്തിനെ കുറിച്ചായിരിക്കും ഗ്രാഹ്യം ഉണ്ടാവുക? സാർ ഞെട്ടരുത്. എന്തിന്? ഞങ്ങളൊരു തിരക്കഥാകൃത്തുക്കളാണ്. ഞെട്ടി. ഇരട്ട തിരക്കഥാകൃത്തുക്കളാണല്ലേ? അതെ അതെ. അതെ, twins right. ഈ ലാൽ ജോസിനെയും ആഷിക് അബുവിനെയും തരുൺ മൂർത്തിയൊക്കെ പോലെ. ഇവരൊക്കെ ഇരട്ടയാണ്. അതെ. അതായത് സാർ നമ്മുടെ കഥയിലെ കഥാനായകൻ നിർത്തിയിരിക്കുന്ന ബസ്സിൽ കല്ലെറിയും. ശേഷം അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് ലീഗൽ അഡ്വൈസ് അതിനാണ് സാറിന് മുന്നിൽ വന്നത്. ഏതാ ബസ്? KSRTC. നന്നായി, അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നിട്ട് സാർ അതിൽ നിന്ന് നായകനെ രക്ഷപ്പെടണം. എന്തെങ്കിലും ഒരു പോംവഴി സാറിന് മുന്നേ പറ്റൂ. ഈ നായകനായി അഭിനയിക്കുന്ന ആള് സൂപ്പർ സ്റ്റാറോ മറ്റോ ആണെങ്കിൽ തോക്ക് KSRTC വെച്ചിട്ട് ഉടൻ നടപടി എടുക്കാൻ പറഞ്ഞാ പോരെ? സാർ തോക്ക് മാറ്റി വെക്കണം. സൂപ്പർ സ്റ്റാറിനല്ല, പുതിയൊരു ചെറുപ്പക്കാരനാ. ചിലപ്പോ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ക്യാരക്ടർ റോളൊക്കെ ചെയ്ത് ജീവിക്കും. തോക്കെടുക്കാനുള്ള ആരോഗ്യം പോലും ഈ സൂപ്പർ സ്റ്റാറിന് അതെ. അതുവരെ ഡൂ. സാർ നായകന് ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു പോംവഴി. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. പുള്ളു തപ്പല്ലേ പഴഞ്ചൊല്ലി പറഞ്ഞത്. നമ്മുടെ ചെവിയിൽ ഇത്തിരി വെള്ളം വീണെന്ന് വെച്ചോ, എന്തോ ചെയ്യും? ENT കാണിക്കണം. കുറച്ച് വെള്ളം കൂടെ ചെവിയിലേക്ക് ഒഴിക്കണം. എന്നിട്ട് എന്ന് കുലുക്കുമ്പോ മൊത്തം വെള്ളം പുറത്തു പോകും. എന്താ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി സാർ. താങ്ക് യു. അപ്പോ ട്രാൻസ്പോർട്ടിന് കല്ലെറിയൂ, സിനിമ വിജയിപ്പിക്കും. താങ്ക് യു സാർ. താങ്ക് യു. വാടാ. പുള്ളിക്ക് വട്ടല്ല, പിന്നെ ചെവിയിൽ വെള്ളമൊഴിച്ച ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേണ്ടത്. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? നീര് എന്തിനു പറഞ്ഞു? പുതിയ സിനിമകൾ വാ വേഗം രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ കല്ലെടുത്തെറിയും. ബസ്സിന് കല്ലെറിഞ്ഞ പ്രതി ഭുവൻ ചന്ദനെ 2024/227 ശിക്ഷാ നിയമപ്രകാരം പൊതുമുതൽ നശിപ്പിക്കലിന് 14 ദിവസത്തേക്ക് ഈ കോടതി റിമാൻഡ് ചെയ്തു. അതെ, ഈ കേസ് ഞാൻ വാദിക്കട്ടെ? പറ, വാദിക്കട്ടെ പോലും. പിടിച്ചു കേട്ടോ. ബൈ ബൈ ജാൻ. ഓക്കെ. ശരിയാണല്ലേ? ഹലോ, എക്സ്ക്യൂസ് മീ, മാഡം എങ്ങോട്ടാ പോയെന്നറിയോ? എനിക്കറിയത്തില്ല. മാഡം ഈ വെടികൊണ്ട് പന്നിയോട്ട് എങ്ങോട്ടാണാവോ? ഇത്രയും നല്ലൊരു ചിക്കന്റെ മുഖത്തോക്കി പന്നി എന്ന് വിളിക്കാൻ സോറി, വലിയച്ഛൻ്റെ അടുത്ത് പറയരുത്. വലിയ ചെയ്തൊക്കെ തിരക്കേണ്ട കാര്യം. അത് കറക്റ്റ് ആണല്ലോ. നീ വണ്ടി എടുക്കുക. എന്തോ പന്തിയേടുണ്ട്. ഇതിലേതായിരുന്നു നമ്മളെ ഹെൽമെറ്റ്? ഇങ്കിപ്പെങ്കി പോങ്കി വേഗം വണ്ടി എടുക്കുക. നമ്മളവരെ പിറകെ പോണം. പോണം. ഇത് വേറെ കേസാവും. അതോടെ ഉള്ളൂ.